കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട്, അയ്യപ്പ വിശ്വാസികളെ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിനെ ഞെട്ടിച്ചുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ദൈവവിശ്വാസികളെ ആയ ആളുകളെ ഒരുപാട് ദുഃഖിപ്പിച്ചു. കാരണം അയ്യപ്പൻ്റെ പിതൃതുല്യമായ സ്ഥാനമാണ് ശബരിമല തന്ത്രിക്കുള്ളത്. ബൈബിളിലൊക്കെ ഹോളി പ്രിസ്റ്റ്, ആ ഹോളി പ്രിസ്റ്റിൻ്റെ സ്ഥാനമാണ് ശബരിമലയിൽ തന്ത്രിമാർക്ക് ഉള്ളത്. എന്നാൽ ശബരിമല തന്ത്രി കുടുംബത്തെയും താഴമൺ തന്ത്രി കുടുംബത്തെയും അതിൻ്റെ പ്രതിയായ കണ്ഠരര് രാജീവരെയും അപ്പോൾ മറ്റു തന്ത്രിമാരെയൊക്കെ ജന്മി ഭൂപ്രഭുത്വത്തിൻ്റെ വക്താക്കളായി കാണുന്ന ആളുകളുണ്ട്, സവർണ ഫാസിസത്തിൻ്റെ വക്താക്കളായി കാണുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ അദ്ദേഹത്തിൻ്റെ തന്ത്രിയുടെ അറസ്റ്റിൽ ആഹ്ലാദിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ നോക്കിയാൽ അവരുടെ ആഹ്ലാദം നമുക്ക് കാണുകയും ചെയ്യാം. എന്നാൽ തന്ത്രി അയ്യപ്പൻ്റെ പിതൃതുല്യനായതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൽ ദുഃഖിക്കുന്ന ആളുകളുണ്ട്. ഒരു തന്ത്രി അറസ്റ്റ് ചെയ്തതിലല്ല ദുഃഖിക്കുന്നത്. ഇത്തരം ഒരു സ്ഥിതി ശബരിമല ക്ഷേത്രത്തിനുണ്ടായല്ലോ, അതിൻ്റെ ഒരു ദുർഗതി ഓർത്ത് ദുഃഖിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും രസകരമായ ഒരു കാര്യം, ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷം ആളുകൾ, ഏതാണ്ട് എല്ലാ ആളുകളും CPM വിശ്വാസികളോ അനുഭാവികളോ ആണ്. അതിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് എ പത്മകുമാർ. അദ്ദേഹം MLA ആയിരുന്നു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. N വാസു, അദ്ദേഹം 2 പ്രാവശ്യം ദേവസ്വം കമ്മീഷണറായിട്ടിരുന്ന ആളാണ്. പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആകുകയും ചെയ്തു. ഇവരൊക്കെ CPM-ഉമായിട്ട് വളരെ ഉറച്ച ബന്ധമുള്ള ആളാണ് അദ്ദേഹം. പത്മകുമാറാകട്ടെ പാർട്ടിയുടെ ഉന്നതമായ നേതൃത്വത്തിൽപ്പെടുന്ന ആളുമാണ്. ഇവിടെ ഞാൻ ആദ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരോടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പത്മകുമാറിനും N വാസുവിനൊക്കെയുള്ള ബന്ധത്തെക്കാൾ കവിഞ്ഞ് വളരെ വ്യത്യസ്തമായൊരു ബന്ധം താഴമൺ തന്ത്രി കുടുംബത്തിന് CPM-ഉമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സ്വാധീനം താഴമൺ തന്ത്രി കുടുംബത്തിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇത് ഞാൻ പറയാൻ കാരണം 1969 CPM-ൻ്റെ നേതാവായിരുന്ന PK ചന്ദ്രാനന്ദൻ്റെ മകൻ BC അശോകൻ്റെ ചോറൂണ് നടന്നത് ശബരിമലയിലാണ്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ അവിശ്വസനീയമായിട്ട് തോന്നും. 1969 PK ചന്ദ്രാനന്ദനെ പോലെ വിപ്ലവകരുടെ മകൻ്റെ ചോറൂണ് ശബരിമലയിൽ നടക്കും എന്ന് അവിശ്വസനീയമായി തോന്നിയേക്കാം. പക്ഷേ അത് യാഥാർത്ഥ്യമാണ്. ഇതിലെല്ലാം അതെന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ചോറൂണ്, BC അശോകൻ്റെ ചോറൂണ് അവിടെ നടത്തിയെന്ന് ചോദിച്ചാൽ, PK ചന്ദ്രാനന്ദനും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ പല മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കും താഴമൺ കുടുംബവുമായി, താഴമൺ തന്ത്രി കുടുംബവുമായി വളരെ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ചോറൂണ് അവിടെ വെച്ച് നടത്താനുള്ള കാരണം. ഈ ബന്ധം എങ്ങനെ ഉണ്ടായി എന്ന് പരിശോധിക്കുമ്പോൾ, പുന്നപ്പുറ വയലാർ സമരകാലത്ത് ഒളിവിലായിരുന്ന PK ചന്ദ്രാനന്ദന് ഒളിവിൽ കഴിയാൻ സകല സൗകര്യങ്ങളും കൊടുത്തത് ഈ താഴമൺ തന്ത്രി കുടുംബമാണ്. അവരുടെ സംരക്ഷണമില്ലായിരുന്നുവെങ്കിൽ അന്ന് CP-യുടെ പോലീസിൻ്റെ സ്വാധീനത്തിൽ വലയിൽ ചന്ദ്രാനന്ദൻ പെട്ടിരുന്നു എങ്കിൽ അദ്ദേഹത്തെ ജീവനോടെ തിരിച്ചു കിട്ടുക ഏതാണ്ട് അസാധ്യം തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ചന്ദ്രാനന്ദനും പല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു കുടുംബമാണ് താഴമൺ തന്ത്രിമാരുടെ കുടുംബം, ശബരിമല തന്ത്രിമാരുടെ കുടുംബം. ഇത് ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല. PK ചന്ദ്രാനന്ദൻ്റെ മകള് ശ്രീമതി ഉഷ 3/1/2019 മലയാള മനോരമയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. രേഖയുള്ള കാര്യമാണ്, രേഖയില്ലാത്ത കാര്യമല്ലത്. ആ കാലഘട്ടത്തിലെ മനോരമ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം താഴമൺ കുടുംബത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഈ താഴമൺ കുടുംബക്കാർ വെറും പിന്തിരിപ്പന്മാരോ അല്ലെങ്കിൽ സവർണ ഫാസിസ്റ്റുകളോ ആണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുമായിട്ട് ബന്ധം പുലർത്തിയെന്ന് മാത്രമല്ല, അന്നത്തെ കാലത്ത് ചന്ദ്രാനന്ദനെ പോലെ പിടികിട്ടാ പുള്ളിയെ ഒളിവിൽ താമസിക്കാൻ ഇടം കൊടുക്കണമെങ്കിൽ അസാധാരണമായ ധൈര്യം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കാരണം ഒളിവിൽ താമസിപ്പിക്കാൻ ഇടം കൊടുത്ത ആൾ തന്നെ വളരെയധികം ഗൗരവതരമായ കുറ്റങ്ങൾക്ക് വിധേയനായി അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു, പീഡിപ്പിക്കപ്പെടുമായിരുന്നു. പക്ഷെ ആ റിസ്ക് ഏറ്റെടുത്ത് അദ്ദേഹത്തിനെ താമസിപ്പിക്കാനുള്ള സൗമനസ്യം കാണിച്ച ആളുകളാണ് താഴമൺ തന്ത്രി കുടുംബത്തിലുള്ളത്. അവരുണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയവുമായിട്ട് അവർക്ക് വലിയ വെറുപ്പൊന്നുമില്ല. അവരും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ചേർന്ന് നിന്ന ഒരു കുടുംബമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതിലെ പിടികിട്ടിയ അല്ലെങ്കിൽ ഇതിലെ പിടിക്കപ്പെട്ട അറസ്റ്റ് ചെയ്യപ്പെട്ട തന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് ബന്ധം, ഒരു CPM ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കാനായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
ഇത് ഞാൻ പറഞ്ഞത് കൃത്യമായി പഴയ മലയാള മനോരമ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വളരെ പരിമിതമായ ഇൻഫർമേഷൻസ് മാത്രമേ SIT-യുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പത്രമാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. അത് തന്നെ എത്രമാത്രം കൃത്യമാണ് എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ അതൊരു കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഉണ്ടാകാനുള്ള വാർത്തകളാണ് സാധ്യത. അതിന് കാരണം ഇത് ഹൈക്കോടതിയുള്ള നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പരിശോധിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. ഈ റിപ്പോർട്ടിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് റിപ്പോർട്ട് എഴുതിയ പോലീസ് ഓഫീസർമാർക്കും അത് വായിച്ച ആദരണീയരായ ബഹുമാന്യരായ ജഡ്ജിമാർക്ക് മാത്രമേ അറിയുകയുള്ളൂ. പക്ഷേ ചില സാധ്യതകൾ മാത്രമേ ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുള്ളൂ. ഇന്ന് ലഭിച്ച ഒരു വാർത്തയനുസരിച്ച് അതിനൊരു സാധ്യതയുള്ളത്, താഴ്മൺ മഠത്തിലെ കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ വേണമല്ലോ. ആദ്യം തൊട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് ഇദ്ദേഹമാണ്, കണ്ഠരര് രാജീവരാണ് എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് കണ്ഠരര് രാജീവരാണെങ്കിൽ അതൊരു തെറ്റാണെന്ന് എങ്ങനെ പറയാൻ പറ്റുക? ഉണ്ണികൃഷ്ണൻ പോറ്റി മോഷണം നടത്തി പ്രതിയായപ്പോഴാണല്ലോ കണ്ഠരര് രാജീവരെ കയറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മോഷണത്തിന് അദ്ദേഹം കൂട്ടുനിന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിച്ചു എന്ന് പറയുന്നത് വലിയ ഒരു കുറ്റകൃത്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ശബരിമലയിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ആരെയാണ് പ്രവേശിപ്പിച്ചത്? ഒന്ന് ബിന്ദു അമ്മണിയെ, മറ്റൊന്ന് കനകദുർഗയെ, മറ്റൊന്ന് റിഹന ഫാത്തിമയെ. റിഹന ഫാത്തിമ ഇരുമുടിയിൽ സാനിറ്ററി നാപ്കിനുമായിട്ടാണ് പടി ചവിട്ടാൻ അവിടെ എത്തിയത്. ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയ ഒരു പാരമ്പര്യം ഭരിക്കുന്ന സർക്കാരിനുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇവരെക്കാൾ, റിഹന ഫാത്തിമയേക്കാളോ അല്ലെങ്കിൽ ബിന്ദു അമ്മണിയേക്കാളോ ഒക്കെ എത്രയോ മെച്ചപ്പെട്ട ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് ആ അർത്ഥത്തിൽ പറഞ്ഞാൽ. പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണെങ്കിൽ, ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നതിൻ്റെ സൂത്രധാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എങ്കിൽ തീർച്ചയായിട്ടും അയാളെ അവിടെ പ്രവേശിപ്പിച്ചതിലല്ല തെറ്റ്, മറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ കൊള്ളയടിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുത്തതിലാണ് തെറ്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്താനുള്ള ഒരു അവസരം കണ്ഠരര് രാജീവര് നൽകിയിട്ടുണ്ടോ? അതായത് പത്രവാർത്ത അനുസരിച്ച് തന്ത്രി അനുമതി നൽകിയത് കൊണ്ടാണ് സ്വർണ്ണപ്പാണികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു അലിഗേഷൻ. മറ്റൊന്ന്, പട്ടളപ്പാളികൾക്ക് കേടുപാടുകൾ ഉണ്ടായി എന്ന് കണ്ടെത്തി അത് മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയതും തന്ത്രിയാണ് എന്ന് പറയുന്നു. അതിൽ ആദ്യത്തെ കാര്യം, ഈ കട്ടളപ്പാളികൾ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയത് തന്ത്രിയാണ് എന്ന് പറയുമ്പോഴേ, അത് നമ്മളൊരു കോമൺ സെൻസ് അനുസരിച്ച് നോക്കുമ്പോഴേ, തന്ത്രി അങ്ങനെ അനുവദിച്ചാൽ സ്വർണ്ണപ്പാളികൾ പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കൃത്യമായി ദേവസ്വം മാനുവൽ അനുസരിച്ച് വളരെ വ്യക്തമായ ചില നിബന്ധനകൾ അക്കാര്യത്തിൽ പറയുന്നുണ്ട്. അതനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ, പ്രത്യേകിച്ച് സ്വർണ്ണം അടക്കമുള്ള കാര്യങ്ങൾ, അമൂല്യമായ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഇളവ് വരുത്തണമെങ്കിൽ തന്ത്രി വിചാരിച്ചാൽ പറ്റില്ല. കൊണ്ടുപോകണം, പുറത്ത് കൊണ്ടുപോയി അറ്റകുറ്റപ്പണി ചെയ്യണം എന്ന് തന്ത്രി ശുപാർശ ചെയ്താൽ പോലും അതിൻ്റെ ഉത്തരവാദിത്തം, അതിന് അനുമതി കൊടുക്കുന്നത് തീർച്ചയായിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. അപ്പോൾ തന്ത്രി ഇത് കേടുപാടുകളുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം തന്ത്രി കുറ്റവാളിയായിട്ട് വരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ട്, ഈ കട്ടളപ്പടിയിലെ പ്രശ്നങ്ങളുണ്ട്, അതിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എന്ന് തന്ത്രി പറഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ കട്ടിളപ്പടിയിൽ കേടുപാടുകൾ ഇല്ലാത്ത കട്ടിളപ്പടിയിൽ കേടുപാടുകളുണ്ട് എന്ന് തന്ത്രി കണ്ടെത്തിയെങ്കിൽ തീർച്ചയായിട്ടും ഗൗരവതരമായ ഒരു കുറ്റം തന്നെയാണ്. ഇവിടെ ഞാൻ തന്ത്രിയെ ന്യായീകരിക്കുകയല്ല, മറിച്ച് ഈ കേസിൽ തന്ത്രിയുടെ പങ്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ പങ്കിനേക്കാൾ കുറവാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അതിൻ്റെ ഭരണപരമായ ഉത്തരവാദിത്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റിനും 2 മെമ്പർമാർക്കുമാണ്. അതേസമയം ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നോക്കാമെങ്കിൽ, ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ തന്ത്രി ഒരു മെമ്പറാണ്, സ്ഥിരം മെമ്പറാണ്. തന്ത്രിയുടെ പെർമിഷൻ ഇല്ലാതെ ഗുരുവായൂർ ദേവസ്വത്തിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പക്ഷെ ട്രാവൻകൂർ ദേവസ്വത്തിന് അങ്ങനെയല്ല, തന്ത്രിയുടെ തീരുമാനമൊന്നും വേണമെന്നില്ല. 3 മെമ്പർമാർ തീരുമാനം എടുത്താൽ തന്ത്രിയുടെ തീരുമാനത്തിന് വലിയ പ്രസക്തമൊന്നുമില്ല. ഒരു അഡ്വൈസ് അദ്ദേഹത്തോട് ചോദിക്കാം എന്നുള്ളത് അല്ലാതെ കൃത്യമായി തന്ത്രിക്ക് ഇതിനെ വീറ്റോ ചെയ്യാനുള്ള ഒരു അധികാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മാനുവലിൽ തന്ത്രിക്കുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അക്കാര്യത്തെക്കുറിച്ച് വിദഗ്ധന്മാർ അഭിപ്രായം പറയട്ടെ എന്ന് മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഇവിടെ 2-3
അടിസ്ഥാനപരമായ സംശയമുള്ളത് പത്മകുമാറും വിജയകുമാറും അതുപോലെ ശ്രീ ശങ്കർദാസും അടക്കമുള്ള 3 പേരായിരുന്നു ആ കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ. ഇവർക്ക് തുല്യ ഉത്തരവാദിത്തമാണ് ഇക്കാര്യത്തിൽ ഉള്ളത്. അതിൽ ആദ്യം തന്നെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്തു. അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് പോയെങ്കിലും മുൻകൂർ ജാമ്യം കിട്ടിയില്ല. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. ഇപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെടാതെ നിൽക്കുന്ന ആൾ ശ്രീ ശങ്കർദാസാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത് എന്നുള്ളത് വളരെ ദുരൂഹമായൊരു കാര്യമാണ്. എന്തെങ്കിലും ഒരു സൗജന്യത്തിൻ്റെ പേരിലായിരിക്കും അദ്ദേഹത്തെ ഈ അറസ്റ്റിൽ നിന്ന് ഒഴിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നതിൻ്റെ കാരണം. അതെന്തായാലും ശരി, 2 മെമ്പർമാരെ അറസ്റ്റ് ചെയ്യുകയും 3-മതൊരാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ അന്വേഷണത്തിനകത്ത് ചില വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് സ്വാഭാവികമായി ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അത് തെറ്റു പറയാൻ പറ്റില്ല. മറ്റുള്ളവരെ നേരത്തെ അറസ്റ്റ് ചെയ്യുന്നു, ഒരാളെ ഒഴിവാക്കി നിർത്തുന്നു. 3 പേർക്കും തുല്യ ഉത്തരവാദിത്തമല്ലേ? ഒരുപക്ഷെ അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നതിന് അതിൻ്റെതായ കാരണങ്ങൾ കാണുമായിരിക്കാം. എങ്കിലും അതിന് പൊതുസമൂഹത്തിൽ ഒരു സംശയം ഉണർത്താൻ അത് പര്യാപ്തമാണ്. അതിന് SITക്ക് അതിൻ്റെതായ കാരണം കാണുമായിരിക്കാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നതിന് അതിൻ്റെ കാരണം കാണുമായിരിക്കാം. പക്ഷേ ഒരു പ്രഥമ ദൃഷ്ട്യ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ മാറ്റി നിർത്തിയിരിക്കുന്നതിനകത്തൊരു ദുരൂഹത തോന്നുന്നത് തെറ്റൊന്നുമില്ല. യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞെങ്കിലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, തന്ത്രിയിൽ ഈ കേസ് അന്വേഷണം അവസാനിക്കുമോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. തന്ത്രി കൊണ്ട് ഇവിടെ അവസാനിക്കുമോ? തന്ത്രിക്ക് മുകളിൽ ആരെങ്കിലും ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, അന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു. സുരേന്ദ്രൻ്റെ ശുപാർശ അനുസരിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്നതെന്ന് പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനുമായി വളരെ അടുത്ത വ്യക്തിബന്ധമുള്ള ആളുകളാണെന്ന് തെളിയിക്കുന്ന ഒട്ടേറെ വീഡിയോകളും അതുപോലെ തന്നെ സ്റ്റിൽ ഫോട്ടോഗ്രാഫ്സും നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിലെല്ലാം ഉപരിയായിട്ട് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് വിശുദ്ധനായ ഒരു നേതാവാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പോലും വിശ്വസിക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഒട്ടേറെ കാര്യങ്ങൾ, ഒട്ടേറെ ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ നേരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കഴക്കൂട്ടത്ത് അദ്ദേഹം വളരെ ജനകീയനാണ്. പക്ഷേ അതുകൊണ്ടൊക്കെ തെറ്റ് ചെയ്തിൽ നിന്ന് രക്ഷപ്പെടാൻ ജനകീയനാണ് എന്ന് പറഞ്ഞൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ഈ ബഹളങ്ങളൊന്നുമില്ലാതെ ഏതോ ഒരു രഹസ്യ സങ്കേതത്തിൽ വെച്ച് ചോദ്യം ചെയ്യുന്നു? അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിനേക്കാൾ കുറിച്ച് അറിയുന്ന പോലും ഇല്ലല്ലോ. മറ്റാളുകളെയൊക്കെ പരസ്യമായി ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യാത്തവരെ വിട്ടയച്ചപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ എന്ന വിശുദ്ധനെ വളരെ രഹസ്യമായി ഏതോ അണ്ടർഗ്രൗണ്ടിലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഷയിൽ പറഞ്ഞ ഏതോ അണ്ടർഗ്രൗണ്ടിൽ വെച്ച് SIT ചോദ്യം ചെയ്യത്തക്ക വിധത്തിൽ എന്ത് വിശുദ്ധിയാണ് ഈ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രിക്ക് ഉള്ളത്? അതുപോലെ തന്നെ ഈ കാലയളവിൽ പ്രസിഡൻ്റായിരുന്ന PS പ്രശാന്ത് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം കുറ്റവാളിയല്ലേ? അദ്ദേഹത്തിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ലേ? അപ്പോൾ അന്വേഷണത്തിന് കുറച്ചുകൂടെ സമയപരിധി നീട്ടി ചോദിച്ചിട്ടുണ്ട് SIT. സമയപരിധി ഹൈക്കോടതി നീട്ടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയ വേഗത്തിൽ വന്ന ഈ അന്വേഷണം, അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും ഈ കാര്യത്തിൽ ഒഴിച്ചു നിർത്തിയതായിട്ട് ഒരു തോന്നൽ, ഒരുപക്ഷെ അതൊരു തോന്നൽ മാത്രമായിരിക്കാം, പൊതുസമൂഹത്തിൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ശരി, നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസിനെക്കുറിച്ച് നമ്മുടെ രാജ്യത്തെ ഒരു ലോ ഒബയിങ് സിറ്റിസൺ എന്ന നിലയിൽ എനിക്കങ്ങനെ വലിയ ആശങ്കയില്ല. അതിൻ്റെ കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി രൂപീകരിച്ച നിർദ്ദേശത്തിനനുസരിച്ച് രൂപം കൊടുത്ത ഒരു ടീമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പക്ഷേ ജനങ്ങൾ ഈ അന്വേഷണ സംഘത്തെ 100% 100% വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം കാത്തുരക്ഷിക്കാനുള്ള ചുമതല ഈ ടീമിനുണ്ട്. ഒപ്പം ഇത്തരം ചില ചോദ്യങ്ങൾ, ദുരൂഹമായ കാര്യങ്ങൾ ഈ അന്വേഷണത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് അന്വേഷണ സംഘത്തിൻ്റെ സൽപ്പേരിനെയും പ്രതികൂലമായി ബാധിക്കും എന്ന വസ്തുതയും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. എന്തായാലും ശരി, താഴമൺ തന്ത്രി കണ്ഠരര് രാജീവര് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, മതിയായ കാരണങ്ങളില്ലാതെ ആണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ, ഞാൻ അങ്ങനെ കരുതുന്നില്ല, ഒരുപക്ഷെ അങ്ങനെയാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതെങ്കിൽ കൃത്യമായ തെളിവുകൾ ഇല്ലാതെ തന്നെ, ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിന് തെളിവുകളൊന്നും വേണമെന്നില്ല, തെളിവുകളൊക്കെ പിന്നീടാണ് ഉണ്ടാകുന്നത്. അല്ല, ഇതില്ലാതെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എങ്കിൽ അത് വളരെ ക്രൂരമായ ഒന്നാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും കണ്ഠരര് രാജീവര് ഈ കാര്യത്തിൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ പങ്കുണ്ടെങ്കിൽ എത്രമാത്രം പങ്കുണ്ട്? അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ ചില തീരുമാനങ്ങൾ അദ്ദേഹത്തെ കുറ്റവാളിയാക്കി മാറ്റിയതാണോ? ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. ശബരിമല
സ്വർണ്ണക്കൊള്ള വരാൻ പോകുന്ന എല്ലാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മാത്രമല്ല, എല്ലാ ദേവസ്വം ബോർഡുകൾക്കും ഒരു മുന്നറിയിപ്പാണ്. നമുക്കൊക്കെ അറിയാം, ഈ ദേവസ്വം ബോർഡുകൾ ദേവനെ വിറ്റ് തിന്നുന്ന ചില നികൃഷ്ട ജീവികളുടെ കയ്യിലായിട്ട് കാലം കുറേയായി. അതിൽ നിന്നൊരു മോചനം കിട്ടാൻ തീർച്ചയായിട്ടും ശബരിമല കേസന്വേഷണം വഴി തെളിക്കുമെങ്കിൽ വലിയൊരു ആശ്വാസമായിരിക്കും ഭക്തജനങ്ങൾക്കുണ്ടാകുന്നത്. നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ക്ഷേത്രങ്ങളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ അന്വേഷണത്തിന് കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.